മാഷെ, ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടതുവിരുദ്ധ തരംഗം ആ സംസ്ഥാനത്ത് ആഞ്ഞു വീശിയിട്ടുണ്ടല്ലേ. നമ്മുടെ മുഖ്യമന്ത്രി പോലും പിന്നിൽ പോയിരിക്കുകയാണ്. ഒരു ശക്തമായിട്ടുള്ള ഇടത് കോട്ടയിൽ പോലും ഇതാണ് അവസ്ഥ അല്ലെ. ആ എന്റെ തോന്നല് ഇത് ഇടതുവിരുദ്ധ തരംഗം എന്ന് നമ്മൾ പറയുമെങ്കിലും സത്യത്തിൽ ഇത് പിണറായി വിരുദ്ധ തരംഗമാണ്. ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാല്, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പിണറായിയാണ്, പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണ്. ഇപ്പോ ഈ പത്രങ്ങളിൽ കൊടുത്ത പരസ്യം, മോഹൻലാലായിട്ടുള്ള ഇന്റർവ്യൂ, പിന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വെച്ചിട്ടുള്ള വലിയ ഹോൾഡിങ്ങുകൾ എല്ലാം നോക്കിയാൽ എല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നത് പിണറായി ആണെന്ന് തോന്നും. അതിനോടൊക്കെ ജനങ്ങൾക്ക് ഭയങ്കരമായ കയ്പുണ്ട് എന്ന് ആലോചിച്ചാൽ അറിയും ഒരാൾക്ക്. അപ്പോ ഇങ്ങനെ ഈ വ്യക്തിപൂജ വളർത്തുകയും ആ തരത്തിൽ എല്ലാം താനാണ് എന്ന തരത്തില് ഗവൺമെന്റും താനാണ്, പാർട്ടിയും താനാണ്, തീരുമാനവും താനാണ്, എല്ലാം. അപ്പൊ അതിനെതിരായിട്ടുള്ള, അതായത് ആ തരത്തിലുള്ള ഒരു പിണറായിസത്തിനെതിരായിട്ടുള്ള എതിർപ്പാണ്. അപ്പൊ അത് എം വി ഗോവിന്ദ മാഷെ പോലുള്ള ആളുകൾ അത് തടയാനോ നിയന്ത്രിക്കാനോ മുന്നോട്ട് വന്നില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാരായി. അങ്ങനെ എന്തെങ്കിലും ഒരു എതിരേപ്പറ എപ്പോഴെങ്കിലും പറഞ്ഞത് CPI മാത്രമാണ്. അതൊന്നും പേരിന് പറഞ്ഞു എന്നല്ലാതെ എവിടെയും ഒരു ഫലിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് പിണറായി വിജയനെതിരായിട്ടുള്ള 100%, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇത് പിണറായി വിരുദ്ധ തരംഗമാണ്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അദ്ദേഹം ക്രമത്തിൽ വളർത്തി കൊണ്ടുവന്നത് ഈ പിണറായി ഭക്തിയാണ്. അതിനെയാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങള് കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണോ ഇത്? അല്ല, അതെന്താ വെച്ചാൽ കമ്മ്യൂണിസം എന്നൊക്കെ വാക്കല്ലാതെ ഇവിടെ ഇപ്പൊ എന്താ മറ്റു പാർട്ടികളുടെ അവർക്ക് വ്യത്യാസമുള്ളത്? അതിപ്പോ ഒരു ചുവന്ന കൊടിയാണ്, അരിവാള് ചുറ്റിക നക്ഷത്രം അടയാളമാണ്, പേര് കമ്മ്യൂണിസം എന്നാണ് നല്ലത്. അവരൊരു സാധാരണ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയല്ലേ, വേറെ ഒരു വ്യത്യാസമില്ലല്ലോ. അവരിപ്പോ ഇവിടെ നേരത്തെ തന്നെ അവരുടെ സായുധ സമരത്തിന്റെ പാത ഉപേക്ഷിച്ചു. 48-ൽ കൽക്കട്ട സീസണിന്റെ കാലത്ത് സായുധ സമരമാണ് വഴി എന്ന് പറഞ്ഞ് അവർ പ്രമേയം പാസ്സാക്കിയ ജവഹർലാൽ നെഹ്റു പാർട്ടി നിരോധിച്ചതാണല്ലോ. പിന്നെ ഞങ്ങളുടെ വഴി പാർലമെന്ററി ഡെമോക്രസി ആണ് എന്ന് എഴുതി കൊടുത്ത് മറ്റൊക്കെ പിൻവലിച്ചിട്ട് 52-ൽ എന്റെ ഓർമ്മ. അങ്ങനെയാണ് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത്. അവരിപ്പോ നക്സൽബാരി മൂവ്മെന്റ് അവരെതിരാണല്ലോ. 1ാം പിണറായി സർക്കാരല്ലേ 8 നക്സൽബാരി പ്രവർത്തകരെ വെടിവെച്ച് കൊന്നത്. അപ്പൊ അവർക്ക് സായുധ കലാപൊന്നുമില്ല. അവര് കോൺഗ്രസ് മാതിരി ഒരു സാധാരണ പാർട്ടിയാണ്. അല്ലാതെ ഇപ്പൊ അവർക്ക് കമ്മ്യൂണിസം എന്നൊരു പേരേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി പിണറായി വിജയന്റെയും CPM-ന്റെയും വരുന്ന കാലത്തിലുള്ള അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും ആ പാർട്ടിക്കകത്ത് ഇപ്പോ ഈ വോട്ട് ചെയ്തതിൽ പലരും എന്റെ കണക്കിന് CPM-ന്റെ അണികൾ തന്നെ UDF-ന് വോട്ട് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. കാരണം പാർട്ടിക്കും ഗവൺമെന്റിനും വന്ന അപജയത്തിൽ അവർക്ക് വന്ന മാനക്കേടുണ്ട്. അപ്പൊ സ്വന്തം നേതാക്കന്മാരെ അണികൾ തന്നെ ശിക്ഷിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഈ റൗണ്ടുകളിലൊക്കെ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന്റെ ധർമ്മണ്ഡം മണ്ഡലത്തിൽ പിറകിലാണ് എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥി റഷീദ് വലിയ ജനകീയ നേതാവൊന്നായിട്ടല്ലല്ലോ. അത് പിണറായി വിരുദ്ധ വോട്ടല്ലേ അത് അണികൾ തന്നെ ചെയ്താന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു മണ്ഡലത്തിലല്ല, എല്ലാ മണ്ഡലത്തിലും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ CPM-ന്റെ അണികൾ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഒരു ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കഴിയുന്ന അത്ര നിന്ദിക്കുകയും പുച്ഛിക്കുകയും ഒരു സാമുദായിക വിഭജനം, അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ അകറ്റുക, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അകറ്റുക തുടങ്ങിയുള്ള പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പണി. അത് SNDP സെക്രട്ടറി പണിയല്ല എടുത്തത്, BJPയുടെ ആളാണ് അദ്ദേഹം. അപ്പൊ BJPയുടെ ആളെ പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നുള്ളതിന്റെ വിരോധം, അതിന്റെ എതിർപ്പ്, പ്രതിഷേധം പാർട്ടി അണികളിൽ ഉണ്ടായിട്ടുണ്ട്. അതും കൂടിയാണ് ഇപ്പൊ പിണറായിക്ക് പറ്റിയ പരാജയത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ആ ആളുടെ പേര് വെള്ളാപ്പള്ളി നടേശനാണ്. ഇപ്പോ BJPയും ഒരു 2-3 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ഓപ്പോസിറ്റ് സൈഡിലും ശക്തമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടാവും അല്ലെ ചില പ്രദേശങ്ങളിൽ? സ്വാഭാവികമാണ്. കാരണം ആ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ SMBT സെക്രട്ടറിയാണ്. BJDS എന്ന് പറഞ്ഞ BDJS എന്ന് പറഞ്ഞ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയല്ലേ. അദ്ദേഹത്തിന്റെ മകനല്ലേ അതിന്റെ അധ്യക്ഷൻ. അത് NDAയിലെ BJPയുടെ അലയല്ലേ.
സഖ്യകക്ഷിയല്ലേ. അപ്പൊ BJPക്ക് ഗുണമുണ്ടാകുന്ന വർത്തമാനം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വർത്തമാനം പറഞ്ഞതിന് പിണറായി വിജയന് കുഴപ്പമില്ല. പിണറായി വിജയൻ ആളെത്ര മാറി. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇന്ന് പത്രത്തിൽ കണ്ട് അദ്ദേഹത്തിന് വേണ്ടി വിഷ്ണു പൂജ നടക്കുന്നുണ്ട്. അല്ലേ അവിടെ അല്ലേ ഇപ്പൊ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത്? വിഷ്ണു പൂജ നടത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണിയല്ലേ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോ മാതൃഭൂമി കണ്ട വാർത്തയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഭക്തനാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയല്ലേ ആഗോള അയ്യപ്പ സംഘത്തിനകത്ത് അദ്ദേഹം മിണ്ടിയില്ലല്ലോ. പണ്ട് 2006 മത്തായി ചാക്കോ മരിച്ചപ്പോ അന്ത്യകൂദാശ സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവിതം വിളിച്ച ആളല്ലേ പിണറായി വിജയൻ. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാ. അദ്ദേഹം മിണ്ടിയില്ലല്ലോ അദ്ദേഹം ഭക്തനാന്ന് പറഞ്ഞപ്പോ. അപ്പൊ എന്ത് കമ്മ്യൂണിസ്റ്റ് ആണിത്? അവർക്ക് എവിടെ കമ്മ്യൂണിസ്റ്റ് ഉള്ളത്? അപ്പോ അവര് ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയല്ലേ ആഗോള അയ്യപ്പ സംഘം ഉണ്ടാക്കിയത്. അതിനു വേണ്ടിയല്ലേ അവര് SNDP NSSയും പാട്ട് പിടിച്ചത്. ഹിന്ദു ഏകീകരണത്തിന് അവർ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും അപ്പുറത്ത് മുസ്ലിം ഏകീകരണം ഉണ്ടാവും, ഉറപ്പല്ലേ. അത് പ്രതികരണം ഉണ്ടാവും, പ്രത്യാഘാതം ഉണ്ടാവും, പ്രതിഫലനം ഉണ്ടാവും. അതുണ്ടായി. അപ്പോ CPM കാത്തിരിക്കുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ തന്നെയാണോ കേരളത്തിലും? അല്ല എന്നുവെച്ചാല് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇപ്പൊ നമ്മൾ പ്രവചിക്കുന്നതിന് വലിയ കഥയില്ല. അപ്പൊ ഈ അണികള് ഇപ്പൊ UDFന് വോട്ട് ചെയ്ത CPM അണികള് നാളെ നിലപാട് മാറ്റുമല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പിണറായി മാറിയാൽ സംഗതി മാറാം. ഇപ്പൊ പിണറായിയുടെ തെറ്റ് തിരുത്തേണ്ടിയിരുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദ മാഷ് പിണറായി ദാസനായിട്ടാണ് പണിയെടുത്തത്. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മേലുള്ള ആളാ CPMന്റെ കണക്കില്. ആ തരത്തിലൊരു നേതൃത്വ ശേഷിയുള്ള ആളല്ല ഗോവിന്ദ മാഷ്. അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോ ഈ വരുന്ന നമ്മുടെ മുഖ്യമന്ത്രിയാകാൻ ചാൻസ് കൂടുതലുള്ളത് VD സതീശനായിരിക്കുമോ അതോ രമേശ് ചെന്നിത്തലയ്ക്ക് ആയിരിക്കുമോ? അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ആളുകൾ നല്ല ശതമാനം ആളുകൾ കാണുന്നത് സതീശനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് അവരുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ശില്പി VD സതീശനാണ്, അത് സംശയമില്ല. UDFന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അല്ലേ. 2001 തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ്. 2001 സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അല്ലെ. അതായത് ഭരണം നഷ്ടപ്പെട്ടിട്ട് കാര്യമായ പരിക്ക് പറ്റാത്ത ഒരു പാർട്ടി ലീഗാണ്. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ട് അവർക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. കാര്യമായ പരിക്ക് പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. അപ്പോ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിചാരിക്കേണ്ടത്. പിന്നെ അവര് മറന്നു പോകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ജനങ്ങളാണ് മേലെ എന്ന് അതിൻ്റെ ഒക്കെ അർത്ഥം. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിൽ ഏറ്റവും മേലുള്ളത് ഇവരുടെ പാർട്ടിയോ നേതാക്കന്മാരോ കൊടിയോ സിന്ദാബാദോ ഒന്നുമല്ല, ജനങ്ങളാണ് മേലെ. ഇതിപ്പോ വന്ന് ജനങ്ങളാണ് മേലെ എന്ന് വന്നു. ജനങ്ങൾക്ക് രക്ഷിക്കാനും ശിക്ഷിക്കാനും സാധിക്കും, ജനങ്ങളുടെ കയ്യിലാണ് പരമാധികാരം എന്ന് എല്ലാ പാർട്ടിക്കാരെയും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഇലക്ഷൻ. കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിന്റെ ഒരു വിജയമാണിത്.